ഹായ് ഓൾ, എല്ലാവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കതിൽ നോക്കാനുള്ളത് പ്രധാനമായിട്ട് യൂളർ ആംഗിൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. യൂളർ ആംഗിൾ എന്നോ ഓയിലർ ആംഗിൾ എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കാണ് നമുക്കിനി പോകാനുള്ള ടോപ്പിക്കിലേക്ക്. സോ അതിന് മുന്നേ നമുക്ക് രണ്ട് കാര്യങ്ങൾ അവിടെ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ബോഡി റെഫറൻസ് സിസ്റ്റവും അതുപോലെ സ്പേസ് റെഫറൻസ് സിസ്റ്റം എന്ന് നമ്മൾ പറയാം. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു റിജിഡ് ബോഡി ഉണ്ടെന്ന് കരുതാം. ഒരു റിജിഡ് ബോഡി ഉണ്ട്. അപ്പോൾ ആ റിജിഡ് ബോഡിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന അതിൻ്റെ ഫ്രെയിമിനെ, ഓക്കെ, ആ ഒരു വസ്തുവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഫ്രെയിമിനെ നമ്മൾ ബോഡി ഫ്രെയിം എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതൊരു റിജിഡ് ബോഡിയാണ് ഞാനിവിടെ വരച്ചത്. ആ റിജിഡ് ബോഡീനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ആ കോർഡിനേറ്റ് സിസ്റ്റത്തെ അല്ലെങ്കിൽ റെഫറൻസിനെ നമ്മൾ ബോഡി ഫ്രെയിം എന്നാണ് നമ്മൾ ജനറലി പറയാം. ബോഡി ഫ്രെയിം എന്ന് പറയും. ഇനി ഈ ഒരു ബോഡി ഫ്രെയിം നമ്മൾ പ്ലേസ് ചെയ്യുന്നത് മറ്റൊരു സ്പേസിലുള്ള ഒരു റെഫറൻസ് സിസ്റ്റത്തിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, സ്പേസിലുള്ള ഒരു റെഫറൻസ് സിസ്റ്റത്തിലാണെങ്കിൽ ആ ഒരു റെഫറൻസ് സിസ്റ്റത്തെ നമ്മൾ സ്പേസ് റെഫറൻസ് സിസ്റ്റം അല്ലെങ്കിൽ സ്പേസ് കോർഡിനേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. യൂളർ ആംഗിൾ പഠിക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ടേമാണ്. ആക്ച്വലി യൂളർ ആംഗിൾ എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള പരസ്പരമുള്ള ഒരു എന്താ പറയുക കൺവേർഷനാണ് നമ്മൾ യൂളർ ആംഗിളിൽ നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതിനു മുന്നേ എന്താണ് ബോഡി ഫ്രെയിം എന്നുള്ളതും എന്താണ് ഈ പറയുന്ന നമ്മളുടെ സ്പേസ് ഫ്രെയിം എന്നുള്ളതും ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അതിന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നോക്കാം എന്താണ് അതിൻ്റെ ഒരു ആക്ച്വൽ ഡെഫിനിഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ദ ബോഡി കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ബോഡി റെഫറൻസ് സിസ്റ്റം എന്നോ ബോഡി ഫ്രെയിം എന്നൊക്കെ നമുക്ക് പറയാം. സോ ദ ബോഡി കോർഡിനേറ്റ് സിസ്റ്റം ഈസ് എ റെഫറൻസ് ഫ്രെയിം ഫിക്സഡ് ടു ദ ബോഡി ഇറ്റ്സെൽഫ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിജിഡ് ബോഡിയിൽ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന റെഫറൻസ് സിസ്റ്റത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബോഡി കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ബോഡി റെഫറൻസ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ദ സ്പേസ് കോർഡിനേറ്റ് സിസ്റ്റം ഈസ് എ റെഫറൻസ് ഫ്രെയിം ഫിക്സഡ് ടു ദി എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അതായത് സ്പേസിൽ, അതായത് ഈ ബോഡിയുടെ പുറമെ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന റെഫറൻസ് സിസ്റ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പേസ് റെഫറൻസ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ സ്പേസ് കോർഡിനേറ്റ് സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറയുന്നത്. സോ ടുഗെദർ ദേ പ്രൊവൈഡ് എ വേ ടു ഡിസ്ക്രൈബ് മൂവ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ ബൈ ലിങ്കിങ് ദ ബോഡീസ് ആക്സിസ് വിത്ത് സ്പേഷ്യൽ ഡിറക്ഷൻസ്. എന്താണ് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഒരു വസ്തുവിൻ്റെ ഓറിയന്റേഷൻ അതുപോലെ തന്നെ അതിൻ്റെ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോർമലി നമുക്ക് ഏതൊരു വസ്തുവിൻ്റെയും മോഷൻ, ഡയറക്ഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഓറിയന്റേഷൻ ഒക്കെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? കോർഡിനേറ്റ് സിസ്റ്റങ്ങൾ ആവശ്യമാണ്, അല്ലെ? കോർഡിനേറ്റ് സിസ്റ്റങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് രണ്ട് ടൈപ്പ് കോർഡിനേറ്റ് സിസ്റ്റങ്ങൾ നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് റെഫറൻസ് സിസ്റ്റങ്ങളെ നമുക്ക് പറയാൻ പറ്റും. അതാണ് ബോഡി ആൻഡ് സ്പേസ് റെഫറൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കാം. യൂളർ ആംഗിൾ are used because they provide a systematic way to describe the orientation of a rigid body by connecting the space fixed coordinate system with the body fixed coordinate system. എന്താണ് ഒരു സ്പേസ് ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റവും, ഓക്കെ നോക്കണേ, സ്പേസ് ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റവും അതുപോലെ തന്നെ ബോഡി ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റവും തമ്മിലുള്ള ഒരു കൺവേർഷൻ അല്ലെങ്കിൽ പരസ്പരം ഒരു കണക്ഷൻ ആണ്, അല്ലെങ്കിൽ അങ്ങനെ കണക്ഷൻ വെക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ യൂളർ ആംഗിൾ എന്ന് ജനറലി പറയുന്നത്. നോക്കിയേ, യൂളർ ആംഗിൾസ് ആർ യൂസ്ഡ് ബിക്കോസ് ദേ പ്രൊവൈഡ് എ സിസ്റ്റമാറ്റിക് വേ to describe the orientation of a rigid body by connecting the space fixed coordinate system with the body fixed coordinate system. ഇപ്പോൾ സ്പേസ് ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റത്തെയും ബോഡി ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റത്തെയും കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് വേ ആണ്, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് വേ ആണ് എന്തെന്ന് പറയുന്നത്? യൂളർ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കൽ ടേം അല്ലെങ്കിൽ ടെക്നിക്കൽ അറേഞ്ച്മെന്റ് ആണ് യൂളർ ആംഗിൾ എന്ന് നമ്മൾ ജനറലി പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്കാം, യൂളർ ആംഗിൾ എന്താണ്? യൂളർ ആംഗിൾ എന്നും ഓയിലർ ആംഗിൾ എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാം കേട്ടോ. ഇപ്പോൾ യൂളർ ആംഗിൾ ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദിസ് പൊസിഷൻ ഓഫ് എ റിജിഡ് ബോഡി to specify the position of a rigid body 6 coordinate must be specified, അല്ലേ? അതിനെന്ത് വേണം? 6 കോർഡിനേറ്റ് സിസ്റ്റങ്ങൾ. ഇപ്പോൾ നമ്മൾ 2 കോർഡിനേറ്റ് സിസ്റ്റങ്ങൾ പറഞ്ഞു, ഒരു ബോഡി ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റവും അതോടൊപ്പം തന്നെ
ഒരു സ്പേസ് ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഈ സ്പേസ് ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിന് 3 കോർഡിനേറ്റുകൾ ഉണ്ടാവും, ഈ ബോഡി ഫിക്സഡിന് 3 കോർഡിനേറ്റ്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഒരു റിജിഡ് ബോഡിയെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ എത്ര കോർഡിനേറ്റ് സിസ്റ്റങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്? 6 കോർഡിനേറ്റ് സിസ്റ്റങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. 3 ഓഫ് ദീസ് ആർ ടേക്കൺ ടു ബി ദി കോർഡിനേറ്റ് ഓഫ് ദി സെന്റർ ഓഫ് മാസ് ഓഫ് ദ ബോഡി, അല്ലെ? അതായത് അതിനെയാണ് നമ്മൾ ബോഡി സിസ്റ്റം കോർഡിനേറ്റ് സിസ്റ്റം, അല്ലെ ബോഡി ഫ്രെയിം കോർഡിനേറ്റ് സിസ്റ്റം എന്നൊക്കെ, ബോഡി റെഫറൻസ് സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ അതിന് മറ്റൊരു പേര് കൂടിയാണ് കേട്ടോ ഈ സെന്റർ ഓഫ് മാസ് കോർഡിനേറ്റ് സിസ്റ്റം, സെന്റർ ഓഫ് മാസ് റെഫറൻസ് പോയിന്റ് എന്നൊക്കെ നമ്മൾ അതിനെ പറയാറുണ്ട്. ദ അതർ 3 ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദി ഓറിയന്റേഷൻ ഓഫ് ദ റിജിഡ് ബോഡി വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റം ഓർ സിംപ്ലി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദി റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ റൊട്ടേഷണൽ മോഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തൊരു കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പേസ് ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് നമ്മൾ ജനറലി പറയാം. അപ്പൊ ഇങ്ങനെ 3 എണ്ണം, ഇയാൾക്ക് 3 കോർഡിനേറ്റ് ഉണ്ട്, ഇയാൾക്ക് 3 കോർഡിനേറ്റുകൾ ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര കോർഡിനേറ്റുകൾ വരും നമുക്ക്? 6 കോർഡിനേറ്റുകളാണ് ഒരു റിജിഡ് ബോഡിയുടെ പൊസിഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇഫ് ദർ ആർ 2 റെഫറൻസ് ഫ്രെയിം, അവിടെ 2 റെഫറൻസ് ഫ്രെയിമുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? 6 കോർഡിനേറ്റ് സിസ്റ്റങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതിൽ 3 എണ്ണം ബോഡി ഫിക്സഡ് ആണ്, 3 എണ്ണം സ്പേസ് ഫിക്സഡ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പോ ഇത്തരത്തില് ടു ഡിസ്ക്രൈബ് ദി കൺസെപ്റ്റ് ഓഫ് യൂളർ ആംഗിൾ വി കൺസിഡർ 2 coordinate system. One is space fixed coordinate and the other is body fixed coordinate system. There are 3 independent parameters to specify the orientation of a rigid body of a body set of axis relative to space set of axis. എന്താണ് ഇവിടെ നമുക്ക് 3 പാരാമീറ്റർ, പരസ്പരം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള 3 പാരാമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യൂളർ ആംഗിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് യൂളർ ആംഗിൾ? ആക്ച്വലി യൂളർ ആംഗിൾ എന്ന് പറയുന്നത് ഈ സ്പേസ് ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റവും അതുപോലെ തന്നെ നമ്മളുടെ ബോഡി ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റവും തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു കൺവേർഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കൽ അറേഞ്ച്മെന്റ് ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? യൂളർ ആംഗിൾ എന്ന് പറയുന്നത്. അങ്ങനെ യൂളർ ആംഗിൾ വെച്ച് നമുക്ക് ഒരാളെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് 3 ഇൻഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ് നമുക്ക് ആവശ്യമാണ്. സോ ദർ ആർ 3 ഇൻഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ് to specify the orientation of a rigid body of body set of axis relative to space set of axis. ഇപ്പോൾ ബോഡി സെറ്റ് ഓഫ് ആക്സിസിനെയും സ്പേസ് സെറ്റ് ഓഫ് ആക്സിസിനെയും, ഈ 2 ടേമുകൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരെ പരസ്പരം കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? 3 ഇൻഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ് ആവശ്യമാണ്. ആ 3 ഇൻഡിപെൻഡന്റ് പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ ജനറലി എന്തെന്ന് പറയാ? യൂളർ ആംഗിൾ എന്ന് നമ്മൾ ജനറലി പറയുന്നത്. സോ ഫോർ ദിസ് പർപ്പസ് വി യൂസ് 3 angles or set of 3 angles are the Euler angles represented by phi, theta and psi. ഇപ്പൊ 3 ആളുകളെ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഒന്ന് ഫൈ ആണ്, മറ്റൊന്ന് തീറ്റയാണ്, മറ്റേ ആൾ എന്താണ്? സൈ ആണ്. ഈ 3 ആംഗിളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ബോഡി ഫിക്സഡ് ആക്സിസിനെയും സ്പേസ് ഫിക്സഡ് ആക്സിസിനെയും പരസ്പരം നമ്മൾ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അറേഞ്ച്മെന്റ് ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? നമ്മളുടെ യൂളർ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഈ ഫൈ എന്ന് പറയുന്ന ആംഗിൾ നമ്മൾ പ്രിസിഷൻ ആംഗിൾ എന്നാണ് നമ്മൾ പറയാ. പ്രിസിഷൻ ആംഗിൾ, ഫൈനെ നമ്മൾ പ്രിസിഷൻ ആംഗിൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഫൈ ഈസ് നോൺ ആസ് പ്രിസിഷൻ ആംഗിൾ. ദെൻ തീറ്റനെ നമ്മൾ ന്യൂട്ടേഷൻ ആംഗിൾ എന്നാണ് പറയുന്നത്. ന്യൂട്ടേഷൻ ആംഗിള്. അതേപോലെ സൈനെ നമ്മൾ ബോഡി ആംഗിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഫൈ എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? നമ്മൾ പ്രിസിഷൻ ആംഗിൾ എന്നാണ് നമ്മൾ വിളിക്കുക. പ്രിസിഷൻ ആംഗിൾ, പ്രിസിഷൻ ആംഗിൾ. ദെൻ തീറ്റ എന്ന് പറയുന്ന ആളെ നമ്മൾ ന്യൂട്ടേഷൻ ആംഗിൾ എന്നാണ് കേട്ടോ പറയാ. ന്യൂട്ടേഷൻ ആംഗിള്. ആൻഡ് ലാസ്റ്റ് വൺ ആരാണ്? സോറി, സൈ ആണ് ലാസ്റ്റത്തെ ആളെന്ന് പറയുന്നത് അല്ലേ? സൈ. സൈനെ നമ്മൾ എന്തെന്നാ വിളിക്കുക? ബോഡി ആംഗിൾ എന്നാണ് വിളിക്കുക. ബോഡി ആംഗിൾ. ഇങ്ങനെ 3 ആംഗിളുകൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂളർ ആംഗിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് യൂളർ ആംഗിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്പേസ് ഫിക്സഡിനെയും ബോഡി ഫിക്സഡിനെയും പരസ്പരം കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആംഗുലാർ റെപ്രസെന്റേഷൻ ആണ് യൂളർ ആംഗിൾ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. ദെൻ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സാധനം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓർത്ത് വെച്ചോളാം. നമുക്ക് യൂളേഴ്സ് ആംഗിൾ ആർ ദി 3 successive angles of rotation involved when we go from the space fixed to center of mass frame. അതായത് സ്പേസ് ഫിക്സഡ് ഫ്രെയിമിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? മാസ് അല്ലെങ്കിൽ ബോഡി ഫിക്സഡ് ഫ്രെയിമിനെ നമ്മൾ പിന്നെ സെന്റർ ഓഫ് മാസ് ഫ്രെയിം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ, അല്ലെങ്കിൽ മാസ് ഫിക്സഡ് ഫ്രെയിം എന്നൊക്കെ പറയാറുണ്ട്. ബോഡി ഫിക്സഡ് അല്ലെങ്കിൽ മാസ് ഫിക്സഡ് ഫ്രെയിം.
ഈ ഒരു കണക്ഷൻ ഇവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്, യൂളർ ആംഗിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോക്കിയേ, ഇൻ അതർ വേർഡ്സ് ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ജനറലൈസ്ഡ് കോർഡിനേറ്റ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദി ഓറിയന്റേഷൻ ഓഫ് എ റിജിഡ് ബോഡി വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റം. They are the three successive rotation angles of the space fixed coordinate system in anti-clockwise direction so that it coincide with the body fixed system. എന്താണ്, സ്പേസ് ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റത്തെയും ബോഡി ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റത്തെയും കൂടി മെർജ് ചെയ്യിക്കാൻ, കോയിൻസൈഡ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലുള്ള റൊട്ടേഷന് വേണ്ടി അല്ലെങ്കിൽ റൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ആംഗുലാർ ടേമുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂളർ ആംഗിൾ എന്ന് പറയുന്നത്. സോ it is the generalized coordinate used to represent the orientation of a rigid body with respect to space fixed coordinate system. അപ്പോൾ സ്പേസ് ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റത്തെയും ബോഡി ഫിക്സഡ് അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റത്തെയും പരസ്പരം ലിങ്ക് ചെയ്യിക്കാൻ, കണക്ട് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആംഗുലാർ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ആംഗുലാർ റൊട്ടേഷൻ ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, നമ്മളുടെ യൂളർ ആംഗിൾ എന്ന് പറയുന്നത്. സോ യൂളർ ആംഗിൾസ് ആർ ദി 3 സക്സസീവ് ആംഗിൾസ് ഓഫ് റൊട്ടേഷൻ. ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്, കാരണം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ യൂളേഴ്സ് ആംഗിൾ ആർ ദി 3 സക്സസീവ് ആംഗിൾസ് ഓഫ് റൊട്ടേഷൻ ഇൻവോൾവ്ഡ് when we go from space fixed to the center of mass frame. നേരെ തിരിച്ച് ചിലപ്പോൾ തരാം, സെന്റർ ഓഫ് മാസ് ഫ്രെയിം ടു സ്പേസ് ഫിക്സഡ് അല്ല, ആക്ച്വലി എന്താണ്, സ്പേസ് ഫിക്സഡിൽ നിന്ന് സെന്റർ ഓഫ് മാസ് ഫ്രെയിമിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ആംഗുലാർ ഓറിയന്റേഷൻ ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, നമ്മളുടെ യൂളർ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാൻ പറ്റും. സോ ഹിയർ വി നീഡ് ടു കൺവേർട്ട് എ സ്പേസ് കോർഡിനേറ്റ് സിസ്റ്റം. ഫേസ് കോഡ് അപ്പൊ നമ്മൾ നേരത്തെ വരച്ചിരുന്നല്ലോ, ഇയാളെ നമ്മൾ എന്തെന്നാ പറഞ്ഞത്, ആദ്യത്തെ ആളെ ബോഡി ഫിക്സഡ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, രണ്ടാമത്തെ ആളെ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സ്പേസ് ഫിക്സഡ് ഫ്രെയിം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇയാള് സ്പേസ് ഫിക്സഡ് ആണ്, ഇയാള് ബോഡി ഫിക്സഡ് ആണ് അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് ആണ്. സോ ഈ സ്പേസ് ഫിക്സഡിനെ നമ്മൾ എങ്ങനെയാ നോക്കി, വി നീഡ് ടു കൺവേർട്ട് എ സ്പേസ് കോർഡിനേറ്റ് സിസ്റ്റം. അത് നമ്മൾ പ്രൈംഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് ഇതിപ്പോ എക്സ് പ്രൈം, ഇത് വൈ പ്രൈം, ഇത് സെഡ് പ്രൈം. അപ്പോൾ പ്രൈം വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അതിനെ നമ്മൾ എന്ത് പറയും, പ്രൈംഡ് കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ പറയാറുണ്ട്. ഇയാളെ നമ്മൾ നോർമലി എക്സ് വൈ സെഡ് അൺപ്രൈംഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്നും പറയാറുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു പ്രൈംഡ് കോർഡിനേറ്റ് സിസ്റ്റത്തെ അൺപ്രൈംഡ് കോർഡിനേറ്റ് സിസ്റ്റവുമായിട്ട് ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആംഗുലാർ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ആംഗുലാർ റൊട്ടേഷൻ ആണ് യൂളർ ആംഗിൾ എന്ന് പറയുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്നെന്താണ്, സ്പേസ് കോർഡിനേറ്റ് സിസ്റ്റത്തെയാണ് നമ്മൾ മാസ് കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ബോഡി കോർഡിനേറ്റ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം, പ്രൈംഡ് കോർഡിനേറ്റ് സിസ്റ്റത്തെയാണ് അൺപ്രൈംഡ് കോർഡിനേറ്റ് സിസ്റ്റവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് ആര് എന്ന് പറയുന്നത്, നമ്മളുടെ ഈ യൂളർ ആംഗിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ദെൻ നോക്കാം, we can reach an arbitrary orientation of the body set of axis from space set of axis by making 3 successive rotations പെർഫോംഡ് ഇൻ എ സ്പെസിഫിക് ഓർഡർ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ 3 ഇതാണ് ഉപയോഗിക്കുന്നത്, 3 സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. 3 സ്റ്റെപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നമ്മളുടെ ആക്സസുകളെ പരസ്പരം കണക്ട് ചെയ്യിക്കുന്ന ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഓർഡർ ഉണ്ട്, ഒരു സ്പെസിഫിക് ഓർഡറിലാണ് നമ്മളിത് ചെയ്യുന്നത്. ആൻഡ് വൺ മോർ തിങ് ടു ബി റിമെമ്പേർഡ് ദാറ്റ് ഈ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഈ റൊട്ടേഷൻ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയും. അപ്പോൾ നമുക്കതിനെ കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പം 3 റൊട്ടേഷൻ ആണ്. സോ വി ക്യാൻ റീച്ച് ആൻ ആർബിട്രറി ഓറിയന്റേഷൻ ഓഫ് ദ ബോഡി സെറ്റ് ഓഫ് ആക്സിസ് ഫ്രം സ്പേസ് സെറ്റ് ഓഫ് ആക്സിസ് ബൈ മേക്കിംഗ് 3 സക്സസീവ് റൊട്ടേഷൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്, 3 സക്സസീവ് റൊട്ടേഷൻ പെർഫോംഡ് ഇൻ എ സ്പെസിഫിക് ഓർഡർ. ഒരു നിശ്ചിത ഓർഡറിൽ, അതും 3 ഓറിയന്റേഷൻ അല്ലെ, 3 സക്സസീവ് റൊട്ടേഷൻ നിശ്ചിത ഓർഡറിൽ നടത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ നേരത്തെ ആദ്യം ഫൈ പറഞ്ഞു, പിന്നെ തീറ്റ പറഞ്ഞു, പിന്നെ സൈ പറഞ്ഞു അല്ലെ. പ്രിസിഷൻ ആംഗിൾ, ന്യൂട്ടേഷൻ ആംഗിൾ, ബോഡി ആംഗിൾ. അപ്പൊ ആദ്യം പ്രിസിഷൻ ആംഗിൾ വൈസ് റൊട്ടേഷൻ, പിന്നെ അടുത്ത ആള്, പിന്നെ അടുത്ത ആള്, അങ്ങനെയാണ്. അപ്പോൾ അതിനൊരിക്കലും നമുക്ക് ആദ്യം ബോഡി ആംഗിൾ, പിന്നെ ന്യൂട്ടേഷൻ ആംഗിൾ, പിന്നെ നമ്മളുടെ പ്രിസിഷൻ ആംഗിൾ, അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു സ്പെസിഫിക് ഓർഡറിൽ തന്നെ നമ്മളിത് മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഇത് മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു കണക്ഷൻ നമുക്ക് അവിടുന്ന് എടുക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് ഇത് എന്നുള്ളത്. അപ്പോൾ ഇതാ ജസ്റ്റ് ഇത് ഞാൻ വരച്ചൊരു ചിത്രമാണ്, അത്ര കണ്ട് വൃത്തിയായിട്ടില്ല.
എൻ്റെ വര കുറച്ച് മോശമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ബോഡി സെറ്റ് ഓഫ് ആക്സിസ് ഉണ്ട്, അതിൽ ഞാൻ എക്സ് വൈ സെഡ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. സ്പേസ് സെറ്റ് ഓഫ് ആക്സിസ് അല്ലെങ്കിൽ സ്പേസ് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം. ഇതിനെ നമ്മൾ എന്തെന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്? അൺപ്രൈംഡ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അൺപ്രൈംഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിരുന്നു. ഇയാളെ നമ്മൾ പ്രൈംഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു. പ്രൈംഡ് കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ഇവരെ നമുക്ക് പരസ്പരം കണക്ട് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓറിയന്റേഷൻ അല്ലെങ്കിൽ റൊട്ടേഷണൽ അറേഞ്ച്മെന്റ് ആണ് യൂളർ ആംഗിൾ എന്ന് നമ്മൾ ജനറലി പറയുന്നത് കേട്ടോ. നോക്കാം, 3 സ്റ്റെപ്പുകളാണുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം. സ്റ്റെപ്പ് 1, റൊട്ടേഷൻ ഓഫ് സ്പേസ് ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റം ബൈ ആംഗിൾ phi about the z axis in anti-clockwise direction and the rotation can be expressed as a matrix. എന്താ ചെയ്യുന്നത്? റൊട്ടേഷൻ ഓഫ് സ്പേസ് ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റം ബൈ ആംഗിൾ phi about the z axis. നോക്കിയേ, ഇവിടെ സ്പേസ് ആക്സിസിനെയാണ് നമ്മൾ റൊട്ടേഷൻ നടത്തുന്നത് അല്ലെ? അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. റൊട്ടേഷൻ ഓഫ് സ്പേസ് ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റം ബൈ ആംഗിൾ phi about the z axis. എന്താ ചെയ്യുന്നത്? ഈ z ആക്സിസ് ഉണ്ടല്ലോ, ഓക്കെ, ഈ z ആക്സിസ് ഉണ്ടല്ലോ, അതായത് z ഡാഷ്, ഈ z ആക്സിസിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവരെ റൊട്ടേറ്റ് ചെയ്യാണ്, ബാക്കിയുള്ള ആളുകളെ റൊട്ടേറ്റ് ചെയ്യാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഈ സ്പേസ് ഫിക്സഡ് ആക്സിസിനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്പേസ് ഫിക്സഡ് ആക്സിസിനെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? എബൌട്ട് z ആക്സിസ് ആണ്. z ആക്സിസ് നമ്മൾ അവിടെ വെക്കുകയാണ്, അതിനെ വെച്ചിട്ടാണ് നമ്മൾ തിരിക്കുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. ദെൻ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇയാൾക്ക് ഒരു ചേഞ്ച് ഉണ്ടാകും, ഇയാൾക്ക് ഒരു ചേഞ്ച് ഉണ്ടാകും. ബൈ ആൻ ആംഗിൾ എത്രയാണ്? phi ആംഗിളിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ നോക്കിയേ, ഈ എക്സ് ഡാഷ് എന്ന് പറയുന്നത് കുറച്ച് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്ത് കയറി എന്ന് വിചാരിക്കാം. ഈ ഒരു ആംഗിൾ phi ആണ്. ഇതിനെ നമ്മൾ എക്സ് ഡബിൾ പ്രൈം എന്ന് വിളിച്ചു. ഈ വൈ ആക്സിസ് എന്ത് ചെയ്യാണ്? അത് കുറച്ച് ഇങ്ങോട്ടേക്ക് മാറി, ഈ ഒരു ആംഗിൾ phi. അപ്പൊ ഇതിനെ നമ്മൾ വൈ ഡബിൾ ഡാഷ് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ വൈ ഡബിൾ പ്രൈം എന്ന് വിളിച്ചു. അപ്പൊ ആ രീതിയിൽ എന്തുണ്ട് നോക്കാം. ഇതാ ഈ z എന്ന് പറയുന്ന z ആക്സിസ് ഇത് അവിടെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്, റൊട്ടേഷൻ ഓഫ് സ്പേസ് ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റം ബൈ ആംഗിൾ phi about the z axis in anti clockwise direction. എങ്ങനെയാണ്? ആന്റി ക്ലോക്ക് ആണ് നമ്മൾ തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, ഇയാളെ നമ്മൾ ആന്റി ക്ലോക്ക് ആണ്, ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റൊട്ടേഷൻ നടത്തുന്നത്. അപ്പൊ ഇത് ഫിക്സ്ഡ് ആയിരിക്കും. ഇപ്പൊ z ഈക്വൽ ടു z ഡബിൾ പ്രൈം അല്ലെങ്കിൽ z പ്രൈം ഈക്വൽ ടു z ഡബിൾ പ്രൈം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇയാൾ ഫിക്സ്ഡ് ആണ്. ബട്ട് ഇവിടെയുള്ള ആളുകൾ എന്ത് ചെയ്തു? y ഡാഷ് അല്ലെങ്കിൽ y പ്രൈം എന്ന് പറയുന്നത് ഇങ്ങോട്ട് മാറി, x പ്രൈം എന്ന് പറയുന്നത് ഇങ്ങോട്ട് മാറി, ഒരു ചേഞ്ച് വന്നു. അപ്പൊ നമുക്ക് അവിടെ ഒരു ആംഗിൾ എത്രയാണ്? phi എന്ന് പറയുന്ന ആംഗിൾ ആണ്. ആ ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രിസിഷൻ ആംഗിൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. പ്രിസിഷൻ ആംഗിൾ, പ്രിസിഷൻ ആംഗിൾ. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അവിടെ അതിനെ മാറ്റി എഴുതേണ്ടതുണ്ട്. എങ്ങനെ? അതിനെ നമ്മൾ എക്സ് ഡബിൾ പ്രൈം വൈ ഡബിൾ പ്രൈം z ഡബിൾ പ്രൈം, ഇതാണല്ലോ നമ്മളുടെ ആളുകൾ എന്ന് പറയുന്നത്. ഇവരെ നമ്മൾ എന്ത് ചെയ്യണം? റെപ്രസെന്റ് ചെയ്യണം ഇൻ ടേംസ് ഓഫ് ഇവിടുത്തെ ആംഗിളുകളുടെ ടേമിൽ. അപ്പൊ എക്സ് ഡബിൾ പ്രൈം എന്ന് പറയുന്ന ആളെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇങ്ങനെ എഴുതാം, എക്സ് ഡബിൾ പ്രൈം ഈക്വൽ ടു കോസ് ഫൈ എക്സ് പ്രൈം, കോസ് ഫൈ എക്സ് പ്രൈം. ഇത് എക്സ് പ്രൈം ആണ്. സോ കോസ് ഫൈ എക്സ് പ്രൈം പ്ലസ് സൈൻ ഫൈ വൈ പ്രൈം എന്ന് പറയാൻ പറ്റും എക്സ് ഡബിൾ പ്രൈമിനെ. എക്സ് ഡബിൾ പ്രൈം ഇപ്പൊ എവിടെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. സോ അയാൾ നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? കോസ് ഫൈ എക്സ് പ്രൈം പ്ലസ് സൈൻ ഫൈ വൈ പ്രൈം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇയാൾ എന്താ? വൈ ഡബിൾ പ്രൈം ആണ്. വൈ ഡബിൾ പ്രൈമിനെ എങ്ങനെ പറയാൻ പറ്റും? മൈനസ് സൈൻ ഫൈ എക്സ് പ്രൈം പ്ലസ് കോസ് ഫൈ വൈ പ്രൈം എന്ന് പറയാൻ പറ്റും. ജിയോമെട്രിക്കൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ്. സോ എക്സ് ഡബിൾ പ്രൈം ഈക്വൽ ടു കോസ് ഫൈ എക്സ് പ്രൈം പ്ലസ് സൈൻ ഫൈ വൈ പ്രൈം. വൈ ഡബിൾ പ്രൈം എന്താണ്? മൈനസ് സൈൻ ഫൈ എക്സ് പ്രൈം പ്ലസ് കോസ് ഫൈ വൈ പ്രൈം എന്ന് പറയാൻ പറ്റും. ദെൻ എന്താണ്? സെഡ് പ്രൈം ഈക്വൽ ടു സെഡ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. സെഡ് പ്രൈം ഈക്വൽ ടു സെഡ് ആയിട്ട്, സെഡ് ഓർ സെഡ് പ്രൈം കേട്ടോ, ഇവിടെയല്ലേ സെഡ് ഈക്വൽ ടു സെഡ് പ്രൈം ആണ്, ഇവിടെയാണ്. സോ ഇതിലും ചേഞ്ച് ഇല്ല. സെഡ് പ്രൈമിനെ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പൊ ഇത് അവിടെ ഫിക്സ്ഡ് ആയി നിൽക്കും. ഈ രണ്ട് ആക്സിസിൽ എന്ത് ചെയ്യും? ഫൈ ആംഗിളിൽ വേരി ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മളുടെ വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടി. എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ഇതിനൊരു മെട്രിക്സ് രൂപത്തിലേക്ക് നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ നോക്കിയേ? എക്സ് ഡബിൾ പ്രൈം വൈ ഡബിൾ പ്രൈം സെഡ് ഡബിൾ പ്രൈം ഈക്വൽ ടു എക്സ് ഡബിൾ പ്രൈം നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് എക്സ് ഡബിൾ പ്രൈം ഈക്വൽ ടു എക്സ് പ്രൈം ഇൻറ്റു കോസ് ഫൈ പ്ലസ് വൈ പ്രൈം ഇൻറ്റു സൈൻ ഫൈ എന്നല്ല എഴുതിയിട്ടുണ്ടായിരുന്നത്. ദെൻ വൈ ഡബിൾ പ്രൈം എങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്? വൈ ഡബിൾ പ്രൈം ഈക്വൽ ടു എക്സ് പ്രൈം ഇൻറ്റു അതായത് മൈനസ് സൈൻ ഫൈ പ്ലസ് വൈ പ്രൈം ഇൻറ്റു കോസ് ഫൈ, ഇങ്ങനെയല്ലേ എഴുതിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ എക്സ് ഡബിൾ പ്രൈം ഈക്വൽ ടു നോക്കിയേ, എക്സ് പ്രൈം ഇൻറ്റു ഇയാളെ ഇങ്ങനെയല്ലേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? എക്സ് പ്രൈം ഇൻറ്റു കോസ് ഫൈ പ്ലസ് വൈ പ്രൈം ഇൻറ്റു സൈൻ ഫൈ പ്ലസ് സെഡ് പ്രൈം ഇൻറ്റു 0. അപ്പൊ ഈ ടേം ഇല്ല. ഇങ്ങനെയല്ലേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ അങ്ങനെ ചെയ്യാം. ഇയാളെ ഇങ്ങനെയല്ലേ ചെയ്യുക. അപ്പോൾ
കോസ് ഫൈ ഇൻറ്റു എക്സ് പ്രൈം പ്ലസ് എന്താ സൈൻ ഫൈ ഇൻറ്റു വൈ പ്രൈം അവിടെ വന്നു ഇൻറ്റു 0 ഇൻറ്റു സെഡ് പ്രൈം 0 ആണ്. അപ്പോൾ സെഡിന്റെ ടൈം അവിടെ ഇല്ല. അപ്പോൾ എക്സ് ഡബിൾ പ്രൈം കിട്ടി. ഇനി വൈ ഡബിൾ പ്രൈം എങ്ങനെ കിട്ടുക? മൈനസ് സൈൻ ഫൈ ഇൻറ്റു എക്സ് പ്രൈം മൈനസ് എക്സ് പ്രൈം സൈൻ ഫൈ പ്ലസ് വൈ പ്രൈം ഇൻറ്റു അല്ലെങ്കിൽ കോസ് ഫൈ ഇൻറ്റു വൈ പ്രൈം അല്ലെ, കോസ് ഫൈ ഇൻറ്റു വൈ പ്രൈം പ്ലസ് 0 ഇൻറ്റു സെഡ് പ്രൈം. അപ്പൊ ആ ടേം ഇല്ല. അപ്പോൾ എന്ത് കിട്ടി? വൈ ഡബിൾ പ്രൈം ഈക്വൽ ടു മൈനസ് എക്സ് പ്രൈം സൈൻ ഫൈ പ്ലസ് വൈ പ്രൈം കോസ് ഫൈ എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ആൾ നോക്കിയേ, സെഡ് ഡബിൾ പ്രൈം അല്ലേ, എങ്ങനെ എഴുതാൻ പറ്റുക? സെഡ് ഡബിൾ പ്രൈം ഈക്വൽ ടു 0 ഇൻറ്റു എക്സ് പ്രൈം 0 പ്ലസ് 0 ഇൻറ്റു വൈ പ്രൈം 0 പ്ലസ് 1 ഇൻറ്റു സെഡ് പ്രൈം സെഡ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സെഡ് ഡബിൾ പ്രൈം ഈക്വൽ ടു സെഡ് പ്രൈം എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നോക്കിയേ, ഞാൻ ഇയാളെ, ഇതൊരു ഓപ്പറേറ്റർ ആണല്ലോ ആക്ച്വലി, ഇയാളെ ഞാൻ എന്തെന്ന് വിളിച്ചു? ആർ ഫൈ എന്ന് വിളിച്ചു. ആർ ഫൈ. ഓക്കെ, ആർ മീൻസ് റൊട്ടേഷൻ ആണ് എബൌട്ട് ആൻ ആംഗിൾ ഫൈ. ഫൈ ആംഗിൾ നമ്മൾ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ അതിനെ നമ്മളൊരു മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. സോ അങ്ങനെയാണെങ്കിൽ ആർ ഫൈ ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റും? ആർ ഫൈ ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് ഡബിൾ പ്രൈം വൈ ഡബിൾ പ്രൈം സെഡ് പ്രൈം ഡബിൾ പ്രൈം ഈക്വൽ ടു ആർ ഫൈ ഇൻറ്റു മെട്രിക്സ് എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം എന്ന് എനിക്ക് പറയാം. സോ അങ്ങനെയാണെങ്കിൽ ആർ ഫൈന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? ആർ ഫൈ ഈക്വൽ ടു കോസ് ഫൈ സൈൻ ഫൈ 0 ദെൻ മൈനസ് സൈൻ ഫൈ കോസ് ഫൈ 0 0 0 1 എന്ന രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. ഈ ഒരു ടേം ഓർത്തിരിക്കണം കേട്ടോ. ആർ ഫൈ റൊട്ടേഷൻ എബൌട്ട് പ്രിസിഷൻ ആംഗിൾ, അതിനെ നമ്മൾ മെട്രിക്സ് രൂപത്തിലേക്ക് എഴുതുകയാണെങ്കിൽ ആർ ഫൈ ഈക്വൽ ടു എങ്ങനെ എഴുതാം? കോസ് ഫൈ സൈൻ ഫൈ 0 മൈനസ് സൈൻ ഫൈ കോസ് ഫൈ 0 0 0 1 എന്ന രൂപത്തിലേക്ക് നമുക്ക് എഴുതാം. ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്തതെന്നുള്ളത് ഓർമ്മ വേണം കേട്ടോ. ആ സ്റ്റെപ്പ് 1 എന്താണെന്നുള്ളത്, ഇവരൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഫൈ ആംഗിളിൽ എബൌട്ട് സെഡ് ആക്സിസ്. അപ്പൊ സെഡ് ഫിക്സഡ് ആണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് ഫിക്സ്ഡ് ആണ്, അതിൽ ചേഞ്ച് ഇല്ല, അത് അവിടെ ഫിക്സ്ഡ് ആക്കി വെക്കുകയാണ്. മറ്റേ ആളുകളെ ഫൈ ആംഗിളിൽ നമ്മൾ ചേഞ്ച് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. അതിനെ നമ്മൾ മെട്രിക്സ് രൂപത്തിൽ റെപ്രസെന്റ് ചെയ്തപ്പോൾ ആർ ഫൈ എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? റൊട്ടേഷൻ ഓഫ് ദി ന്യൂലി ഫോംഡ് സ്പേസ് ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റം ബൈ ആൻ ആംഗിൾ തീറ്റ എബൌട്ട് ദി ന്യൂ എക്സ് കോർഡിനേറ്റ് in the anti-clockwise direction such that the new z-axis will coincide with the body fixed z-axis and the rotation is expressed as. എങ്ങനെയാ വരിക? ഇവിടെ എന്താ പറയുന്നത്? റൊട്ടേഷൻ ഓഫ് ദി ന്യൂലി ഫോംഡ് സ്പേസ് ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റം ബൈ ആൻ ആംഗിൾ തീറ്റ എബൌട്ട് ദി ന്യൂ കോർഡിനേറ്റ്, ന്യൂ എക്സ് കോർഡിനേറ്റ് എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഇങ്ങനെയല്ലേ വരച്ചിട്ടുണ്ടായിരുന്നത്? ഇതാണല്ലോ നമുക്ക് ഉണ്ടായിരുന്നത്. അത് ഇങ്ങനെയായി അല്ലേ? ഇങ്ങനെയായി. സെഡ് ഇവിടെ ഫിക്സ്ഡ് ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സ് കോർഡിനേറ്റ്, പുതുതായിട്ട് ഫോം ചെയ്തിട്ടുള്ള എക്സ് കോർഡിനേറ്റിനെ എന്ത് ചെയ്യാണ്? അതിനെ ഫിക്സ് ചെയ്തിട്ട് ആന്റി ക്ലോക്ക് വൈസ് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളുടെ സിസ്റ്റത്തെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇയാൾ ഫിക്സ്ഡ് ആണ്. ഈ എക്സ് ഡബിൾ പ്രൈം എന്ന് പറഞ്ഞ ആൾ ഫിക്സ്ഡ് ആണ്. ഈ വൈ ഡബിൾ പ്രൈം ഇവിടെ ഉണ്ട്, സെഡ് ഡബിൾ പ്രൈം അല്ലെങ്കിൽ സെഡ് പ്രൈം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇയാൾ ഫിക്സ്ഡ് ആണ്. ബാക്കിയുള്ള രണ്ടാളുകളാണ് എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത് ബൈ ആൻ ആംഗിൾ തീറ്റ ആന്റി ക്ലോക്ക് വൈസ് അല്ലെ, ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ ഇയാൾ എന്തായി? ഇങ്ങോട്ടൊരു തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു. ഇയാൾ എന്തായി? ഇങ്ങോട്ടൊരു ആംഗിൾ തീറ്റ റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ എന്തായി? വൈ ട്രിപ്പിൾ പ്രൈം ഉണ്ടായി, ഇവിടെ സെഡ് ട്രിപ്പിൾ പ്രൈം ഉണ്ടായി. ക്ലിയർ ആയോ? അപ്പോൾ ഇയാളെ നമ്മൾ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റി. ആൻഡ് അങ്ങനെ സംഭവിക്കുമ്പോൾ ഇത് നമ്മൾ വരച്ച് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആക്ച്വലി ഒരു 3 ഡയമെൻഷണൽ വ്യൂ ആണ്. നമ്മളിങ്ങനെ കുറച്ച് ഡയഗ്രാം സാധനങ്ങൾ, വലിയ ഡയഗ്രാം വരച്ചിട്ടുണ്ട് കാണിക്കാൻ. ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അത് കുറച്ച് പ്രയാസമാണ് കിട്ടാൻ. ബട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ന്യൂ സെഡ് ആക്സിസ്, പുതുതായിട്ട് ഫോം ചെയ്ത ഈ സെഡ് ആക്സിസ് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി ഫിക്സഡ് സെഡ് ആക്സിസുമായിട്ട് എന്ത് ചെയ്യും? കോയിൻസൈഡ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ദ റൊട്ടേഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്, ഇപ്പോൾ നോക്കിയേ, ഇതാണല്ലോ നമുക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്നത്. ഇവിടെയാണ് എക്സ് ഡബിൾ പ്രൈം ഉണ്ടായിരുന്നത്, ഇവിടെയാണ് വൈ ഡബിൾ പ്രൈം ഉണ്ടായത്. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു തീറ്റ ആംഗിൾ വീണ്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ആ ഒരു ഫിഗർ മിസ്സായല്ലോ. ഓക്കെ, ഒരു തീറ്റ ആംഗിൾ നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പൊ നോക്കുക, ഇവിടേക്ക് വരും തീറ്റ ആംഗിൾ, ദെൻ ഇയാളും ഇങ്ങോട്ടേക്ക് വരും, തീറ്റ ആംഗിൾ ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ഇയാളെ നമ്മൾ എന്ത്? വൈ ഡബിൾ ട്രിപ്പിൾ പ്രൈം എന്ന് പറയും, ഇയാളെ നമ്മൾ സെഡ് ട്രിപ്പിൾ പ്രൈം എന്ന് പറയും. ഇത് അവിടെ തന്നെ ഫിക്സ്ഡ് ആണ്. കാരണം ഈ ഒരു ആക്സിസിനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് എബൌട്ട് ആൻ ആംഗിൾ തീറ്റ. അപ്പോൾ ഇയാൾ ഫിക്സ്ഡ് ആണ്, ഇയാളും, അതായത് ഇതാണല്ലോ ഉണ്ടായിരുന്ന ഒരാള്, ഇതാണ് രണ്ടാമത്തെ ആള്. ഈ രണ്ടാളുകളും എന്ത് ചെയ്യും? തീറ്റ ആംഗിൾ മൂവ് ചെയ്യും. ഓക്കെ, ദെൻ അതിനെയും നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്ത പോലെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? എക്സ് ട്രിപ്പിൾ പ്രൈം ഈക്വൽ ടു എക്സ് പ്രൈം. എന്താണ് എക്സ് ട്രിപ്പിൾ പ്രൈം എന്ന് പറയുന്നത്? എക്സ് പ്രൈമിന് ഈക്വൽ ആണ്, അല്ലെങ്കിൽ എക്സ് ഡബിൾ പ്രൈമിന് ഈക്വൽ ആണ്. ദെൻ വൈ ട്രിപ്പിൾ പ്രൈം ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും? cos theta y double prime plus sin theta z double prime എന്ന് പറയാം. Similarly, z triple prime equal to minus sin theta കേട്ടോ, minus sin theta y double prime plus cos theta z double prime എന്ന് പറയാം. ആൻഡ് ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? മെട്രിക്സ് രൂപത്തിലേക്ക് എഴുതാണ്. x triple prime equal to x triple prime എന്ന് പറയുന്നത് എന്താണ്? x triple prime എന്ന് പറയുന്നത് x double prime ആണ് അല്ലേ? x triple prime equal to x double prime ആണ്.
ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ് ട്രിപ്പിൾ പ്രൈം ഈക്വൽ ടു ഇങ്ങനെ കിട്ടും 1 ഇൻറ്റു എക്സ് ഡബിൾ പ്രൈം പ്ലസ് 0 ഇൻറ്റു വൈ ഡബിൾ പ്രൈം പ്ലസ് 0 ഇൻറ്റു സെഡ് ഡബിൾ പ്രൈം. ഇങ്ങനെയല്ലേ, റോയും കോളോ അല്ലേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ. അപ്പോൾ നമുക്ക് എക്സ് ഡബിൾ പ്രൈം എന്ന് കിട്ടും. വൈ ട്രിപ്പിൾ പ്രൈം എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, വൈ ട്രിപ്പിൾ പ്രൈം ഈക്വൽ ടു -0 അല്ല 0 ഇൻറ്റു എക്സ് ഡബിൾ പ്രൈം 0 ആണ്. പിന്നെന്താ, വൈ ഡബിൾ പ്രൈം കോസ് തീറ്റ പ്ലസ് സെഡ് ഡബിൾ പ്രൈം സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ തന്നെ നമ്മൾ എഴുതിയിട്ടില്ല, നോക്കിയേ, വൈ ഡബിൾ പ്രൈം കോസ് തീറ്റ പ്ലസ് സെഡ് ഡബിൾ പ്രൈം സൈൻ തീറ്റ എന്ന് കിട്ടി, ആണ് വൈ ട്രിപ്പിൾ പ്രൈമിനെ. സിമിലർലി സെഡ് ട്രിപ്പിൾ പ്രൈമിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സെഡ് ട്രിപ്പിൾ പ്രൈം എന്ന് പറയുന്നത് 0 ഇൻറ്റു എക്സ് ഡബിൾ പ്രൈം 0 ആണ് അല്ലെ, വൈ ഡബിൾ പ്രൈം ഇൻറ്റു മൈനസ് സൈൻ തീറ്റ. അപ്പോൾ മൈനസ് വൈ ഡബിൾ പ്രൈം സൈൻ തീറ്റ പ്ലസ് എന്ത് വരും, സെഡ് ഡബിൾ പ്രൈം കോസ് തീറ്റ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ആരൊക്കെ കിട്ടി, എക്സ് ഡബിൾ പ്രൈമിനെ കിട്ടി, എക്സ് ട്രിപ്പിൾ പ്രൈമിനെ കിട്ടി, വൈ ട്രിപ്പിൾ പ്രൈമിനെ കിട്ടി, സെഡ് ട്രിപ്പിൾ പ്രൈമിനെ നമുക്ക് കിട്ടി. ആൻഡ് ഇവിടെ നോക്കിയേ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആണെങ്കിൽ ഇയാളെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെട്രിക്സ് രൂപത്തിലേക്ക് നമുക്ക് എഴുതാം. നേരത്തെ നമ്മൾ R5 ആയിരുന്നു നമ്മൾ ഇട്ടത്, ഇവിടെ നമ്മൾ എന്താ തീറ്റ ആംഗിൾ ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും ആർ തീറ്റ, നമുക്ക് അയാളെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? സോ അങ്ങനെയാണെങ്കിൽ എക്സ് ട്രിപ്പിൾ പ്രൈം വൈ ട്രിപ്പിൾ പ്രൈം സെഡ് ട്രിപ്പിൾ പ്രൈം ഈക്വൽ ടു എന്താണ്, ആർ തീറ്റ ഇൻറ്റു എക്സ് ഡബിൾ പ്രൈം വൈ ഡബിൾ പ്രൈം സെഡ് ഡബിൾ പ്രൈം എന്ന് പറയാൻ പറ്റും. അപ്പൊ നോക്കിയേ, ആർ തീറ്റ എന്ന് പറയുന്ന ആളെ എന്താണ്, റൊട്ടേഷൻ ബൈ ആൻ ആംഗിൾ തീറ്റ. അതിന് നമ്മളൊരു മെട്രിക്സ് ആക്കി നമ്മൾ എഴുതാണ്, എന്താ വരിക, 1 0 0 0 കോസ് തീറ്റ സൈൻ തീറ്റ 0 മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന രൂപത്തിലേക്ക് കിട്ടി. നമ്മളുടെ രണ്ടാമത്തെ മെട്രിക്സ് നമുക്ക് കിട്ടി. ഓക്കെ, രണ്ടാമത്തെ മെട്രിക്സ് നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പ് ആണ് നമുക്ക് നോക്കാനുള്ളത്. മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കിയേ, റൊട്ടേഷൻ ഓഫ് ദി സ്പേസ് ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റം വിത്ത് അബൌട്ട് ആൻ ആംഗിൾ സൈ അബൌട്ട് ദി ന്യൂലി ഫോംഡ് സെഡ് ട്രിപ്പിൾ പ്രൈം ആക്സിസ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സച്ച് ദാറ്റ് ദ അതർ ടു ആക്സിസ് കോയിൻസൈഡ് വിത്ത് എക്സ് പ്രൈം ആൻഡ് വൈ പ്രൈം ആക്സിസ് ഓഫ് ദി ബോഡി ഫിക്സഡ് ആക്സിസ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടെ ഫോം ചെയ്തിട്ടുള്ള സെഡ് ട്രിപ്പിൾ പ്രൈം ഇല്ലേ, ഈ ഒരു ആക്സിസ് ഇല്ലേ, ഇവിടെ നമ്മൾ വരച്ചതാ ഈ ഒരു സെഡ് ട്രിപ്പിൾ പ്രൈം എന്ന് പറയുന്ന ആക്സിസ് ഇല്ലേ, ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സൈ ആംഗിൾ പിന്നെ ആക്സിസിനെ ഫിക്സ് ചെയ്തിട്ട് ഒരു സൈ ആംഗിൾ നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ മീൻസ് ഇയാൾ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടായ ആൾ ഒരു സൈ ആംഗിൾ ഇവിടെ നിന്ന് മാറും, ദെൻ ഇയാളും എന്ത് ചെയ്യും, ഒരു സൈ ആംഗിൾ മാറും. അപ്പോൾ ആ ആംഗിൾ മാറുമ്പോൾ അതെന്ത് ചെയ്യും, നമ്മളുടെ ബോഡി ഫിക്സഡ് ആക്സിസിൽ കോയിൻസൈഡ് ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് അതിനെ മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതാൻ പറ്റും, അതുകൂടി നമ്മൾ നോക്കുക. എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് ചെയ്യാണ്, ഇയാള് മീൻസ് ഈ റൊട്ടേഷൻ കഴിഞ്ഞിട്ട് ഇത് എന്ത് ചെയ്യാണ്, നമ്മളുടെ ബോഡി ഫിക്സഡ് ആക്സിസിൽ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ആക്സിസിലേക്ക് അത് കോയിൻസൈഡ് എത്തും. സോ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എക്സ് ഇസ് ഈക്വൽ ടു കോസ് സൈ എക്സ് ട്രിപ്പിൾ പ്രൈം പ്ലസ് സൈൻ സൈ വൈ ട്രിപ്പിൾ പ്രൈം എന്ന് പറയാം. എക്സ് എന്ന് പറയുന്ന കോർഡിനേറ്റിനെ വൈ എന്ന് പറയുന്ന കോർഡിനേറ്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അല്ലെ വൈ എന്ന് പറയുന്ന ഒരു പോയിന്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, മൈനസ് സൈൻ സൈ എക്സ് ട്രിപ്പിൾ പ്രൈം പ്ലസ് കോസ് സൈ വൈ ട്രിപ്പിൾ പ്രൈം എന്ന് പറയാം. സെഡ് എന്ന് പറയുന്നത് സെഡ് ട്രിപ്പിൾ പ്രൈമിന് ഈക്വൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ വരച്ചിട്ടുള്ള കേസ് തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഡയഗ്രം നോക്കുക. sorry. ഇപ്പൊ നോക്കിയേ, ഇയാളെ നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ ഒരു ആക്സിസിനെ ഫിക്സ് ചെയ്തിട്ടല്ലേ നമ്മൾ പിന്നെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ സെഡ് എന്ന് പറയുന്ന ആൾ ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്ത് വരും, നമ്മൾ പറഞ്ഞു സെഡ് ട്രിപ്പിൾ പ്രൈം എന്ന് പറഞ്ഞു. ഈ സെഡ് ട്രിപ്പിൾ പ്രൈമിനെ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ബാക്കിയുള്ള ആക്സിസിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ എക്സ് ഡബിൾ പ്രൈം എന്ന് പറയുന്നത് ഇങ്ങടേക്ക് എത്തും, എക്സ് ട്രിപ്പിൾ പ്രൈം. ദെൻ ഈ വൈ ഡബിൾ പ്രൈം എന്നുള്ളത് വൈ ട്രിപ്പിൾ പ്രൈം അല്ലെങ്കിൽ ഇങ്ങടേക്ക് എത്തും, എന്താണ് വൈ എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്ക് എത്തും. ഈ എക്സ് ട്രിപ്പിൾ പ്രൈം അല്ലെങ്കിൽ എക്സ് ഡബിൾ പ്രൈം എന്ന് പറയുന്നത് എക്സിലേക്ക് എത്തും. അപ്പോൾ നമ്മളുടെ ബോഡി ഫിക്സഡ് ആക്സിസിലേക്ക് ഇത് വന്ന് അലൈൻ ചെയ്യും, രണ്ടും ഒരുമിച്ചെത്തും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്തെന്ന് പറയുന്നത്, എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സെഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. സോ എക്സ് ഈക്വൽ ടു കോസ് സൈ എക്സ് ട്രിപ്പിൾ പ്രൈം പ്ലസ് സൈൻ സൈ വൈ ട്രിപ്പിൾ പ്രൈം എന്ന് റെപ്രസെന്റ് ചെയ്യാം. വൈ ഈക്വൽ ടു മൈനസ് സൈൻ സൈ എക്സ് ട്രിപ്പിൾ പ്രൈം പ്ലസ് കോസ് സൈ വൈ ട്രിപ്പിൾ പ്രൈം എന്ന് പറയാം. സെഡ് ഈക്വൽ ടു സെഡ് ട്രിപ്പിൾ പ്രൈം ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ നേരത്തെ എഴുതിയ പോലെ മാത്തമാറ്റിക്കലി എഴുതുകയാണെങ്കിൽ എന്താ, എക്സ് വൈ സെഡ് ഉണ്ട്, ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും, കോസ് സൈ സൈൻ സൈ 0 എന്ന് പറയാൻ പറ്റും അല്ലെ, എക്സ് ട്രിപ്പിൾ പ്രൈം. എങ്ങനെയാണ് എക്സിന് നമ്മൾ എഴുതിയ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, കോസ് സൈ എക്സ് ട്രിപ്പിൾ പ്രൈം പ്ലസ് സൈൻ സൈ വൈ ട്രിപ്പിൾ പ്രൈം എന്നാണ് നമ്മൾ എക്സിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈ ഈക്വൽ ടു എങ്ങനെ എഴുതിയത്, മൈനസ് സൈൻ സൈ എക്സ് ട്രിപ്പിൾ പ്രൈം പ്ലസ് കോസ് സൈ വൈ ട്രിപ്പിൾ പ്രൈം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെഡ് ഈക്വൽ ടു
z ട്രിപ്പിൾ പ്രൈം അല്ലെ z ഈക്വൽ ടു 0 ഇൻറ്റു എക്സ് ട്രിപ്പിൾ 0 0 ഇൻറ്റു y ട്രിപ്പിൾ പ്രൈം 0 1 ഇൻറ്റു z ട്രിപ്പിൾ പ്രൈം ഈക്വൽ ടു z ട്രിപ്പിൾ പ്രൈം. സോ ഇങ്ങനെയാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മെട്രിക്സ് രൂപത്തിലേക്ക് നമ്മൾ മാറ്റി എഴുതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ദെൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇയാളെ നമ്മൾ എന്ത് ചെയ്യാണ്, അതെന്ന് പറയുന്ന റൊട്ടേഷൻ ബൈ ആൻ ആംഗിൾ സൈ ആണല്ലോ. സൈ എന്ന് പറയുന്ന ഒരു ആംഗിൾ ആണല്ലോ, അതിനാണ് നമ്മൾ ബോഡി ആംഗിൾ എന്ന് പറയുന്നത് കേട്ടോ. സൈ എന്ന് പറയുന്ന ബോഡി ആംഗിൾ ആണ്. സോ സൈ എന്ന് പറയുന്ന ഒരു ആംഗിൾ ആണ്. അപ്പോൾ നമ്മൾ അതിന് റൊട്ടേഷൻ ബൈ സൈ, അപ്പോൾ ആർ സൈ എന്നൊരു രൂപത്തിലേക്ക് ആ മെട്രിക്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഓർ ആർ സൈ ഈക്വൽ ടു എന്ത് കിട്ടി, കോസൈ സൈൻ സൈ 0 മൈനസ് സൈൻ സൈ കോസൈ 0 0 0 1 എന്ന രൂപത്തിൽ നമുക്ക് നമ്മളുടെ ആൻസർ എഴുതാൻ പറ്റും. സോറി, നമ്മളുടെ മെട്രിക്സ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ ആണേ. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മൾ 3 റൊട്ടേഷൻസ് നടത്തിയില്ലേ. ഈ 3 റൊട്ടേഷൻ നടത്തിയപ്പോൾ നമ്മളുടെ പിന്നെ ആക്സിസുകൾ എന്ത് ചെയ്തു, കോയിൻസൈഡ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് സ്പേസ് ഫിക്സ്ഡ് കോർഡിനേറ്റ് സിസ്റ്റം ഇതിലേക്ക് വന്നു, ബോഡി ഫിക്സ്ഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് കോയിൻസൈഡ് ചെയ്തു നമുക്ക് പറയാൻ പറ്റും. സോ ഈ 3 ഓപ്പറേഷനുകൾ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ 3 ഓപ്പറേഷൻ ടോട്ടൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ് നോക്കിയേ, XYZ ആണ് നമുക്ക് കിട്ടുന്നത്. ഫൈനലി നമുക്ക് എന്താ കിട്ടുന്നത് നോക്കിയേ, XYZ അല്ലേ കിട്ടുന്നത്, XYZ ആണ് കിട്ടുന്നത്. അതെങ്ങനെ കിട്ടിയത്, കോസൈ സൈൻ സൈ 0 മൈനസ് സൈൻ സൈ കോസൈ 0 0 0 സൈ. ഇതെന്താണ്, ആർ സൈ എന്ന് പറയുന്ന ടേം അല്ലേ, ആർ സൈ അല്ലേ നമ്മൾ എഴുതിയിട്ടുള്ള. അടുത്ത ടേം എന്താ, 1 0 0 0 കോസ് തീറ്റ സൈൻ തീറ്റ 0 മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഇയാൾ എന്താണ്, ആർ തീറ്റ അല്ലേ, ആർ തീറ്റ ആണ്. ഇയാൾ എന്താ, കോസ് ഫൈ സൈൻ ഫൈ 0 മൈനസ് സൈൻ ഫൈ കോസ് ഫൈ 0 0 0 1. ഇതെന്താണ്, ഇത് ആർ തീറ്റ അല്ലേ, സോറി ആർ ഫൈ അല്ലേ, ആർ ഫൈ. അപ്പുറത്തെ ആളെന്താണ്, എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം. അതെന്താണ്, നമ്മളുടെ പ്രൈംഡ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്, ബോഡി ഫിക്സഡ്, സോറി സ്പേസ് ഫിക്സഡ് കോർഡിനേറ്റ് എന്നാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ തൽക്കാലം ക്യാപിറ്റൽ എക്സ് പ്രൈം എന്ന് നമ്മൾ വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷന് നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസിഷന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സിംപ്ലി ഇവിടെ നമുക്ക് XYZ അല്ലേ കിട്ടിയത്, ഇതിന് ഞാൻ എക്സ് എന്ന് വിളിച്ചു. ഓക്കെ, XYZ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് XYZ അല്ലേ കിട്ടിയ, ആ കിട്ടിയതിന് ഞാൻ എക്സ് എന്ന് വിളിച്ചു. എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, ആർ സൈ ആർ തീറ്റ ആർ ഫൈ, പിന്നെ എന്ത് കിട്ടി, എക്സ് പ്രൈം അല്ലെ, എക്സ് പ്രൈം. അപ്പൊ ഈ 3 ആളുകൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ 3 ഓപ്പറേഷൻസ് അല്ലേ. അപ്പൊ ഇതിനെ എഴുതുന്ന ഒരു രീതി നോക്കിയേ, ഏറ്റവും ആദ്യം നടത്തിയ ഓപ്പറേഷന് നമ്മൾ അവസാനമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, രണ്ടാമത് നടത്തിയ ഓപ്പറേഷൻ സെൻട്രലാണ് എഴുതുന്നത്, ഏറ്റവും അവസാനം നടത്തിയ ഓപ്പറേഷൻ ഏറ്റവും ആദ്യമാണ് നമ്മൾ എഴുതുന്നത് ആ മെട്രിക്സിന് കേട്ടോ, ആ മെട്രിക്സിന്. അപ്പോൾ ആർ സൈ ആർ തീറ്റ ആർ ഫൈ എക്സ് പ്രൈം. അപ്പൊ എന്താ, ഈ എക്സ് പ്രൈം എന്ന വേരിയബിളിനെ നമുക്ക് എന്തിനോട്ട് ഇക്വേറ്റ് ചെയ്യാം, എക്സ് എന്ന് പറയുന്ന ബോഡി ഫിക്സഡ് കോർഡിനേറ്റുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യിക്കാൻ കഴിയും ബൈ യൂസിങ് ദീസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്, അല്ലെങ്കിൽ ബൈ യൂസിങ് ദിസ് മെട്രിക്സ് ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് അതിനെ പിന്നെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കണക്ട് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ നോക്കിയേ, ഇയാളെ ഞാൻ ഒന്നുകൂടി മാറ്റി എഴുതാണ്. നോക്കിയേ, ഈ 2 മെട്രിക്സ് ഞാൻ കമ്പൈൻ ചെയ്യിപ്പിച്ച് ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ, എക്സ് വൈ സെഡ് ഈക്വൽ ടു കോസൈ സൈൻ സൈ 0 മൈനസ് സൈൻ സൈ കോസൈ 0 0 0 1. ഇയാളെ ഞാൻ അങ്ങനെ തന്നെ എഴുതി. ഇവരെന്താ, 1 ഇൻറ്റു കോസ് ഫൈ എന്താണ്, കോസ് ഫൈ അല്ലെ, 1 ഇൻറ്റു കോസ് ഫൈ. ഇവിടുത്തെ വേരിയബിൾ എങ്ങനെയാ വരിക, ഇങ്ങനെയല്ലേ ചെയ്യുക, റോയും കോളും അല്ലേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു കോസ് ഫൈ പ്ലസ് 0 ഇൻറ്റു സൈൻ ഫൈ പ്ലസ് 0 ഇൻറ്റു 0. അപ്പൊ ബാക്കി ടേം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ എന്താ, കോസ് ഫൈ കിട്ടും. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് എന്താണ്, ഇയാളെയും ഇയാളെ അല്ലെ, 0 ഇൻറ്റു സൈൻ ഫൈ എന്ത് വരും. ഓക്കെ, രണ്ടാമത്തെ ടേം നമുക്ക് ആ രീതിയിൽ സൈൻ ഫൈ എന്ന് കിട്ടും. മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ആദ്യം ഇങ്ങനെ ഇത്, പിന്നെ രണ്ടാമത്തെ ടേം എങ്ങനെയാ, ഇത്, മൂന്നാമത്തെ ടേം ഇത് അല്ലെ. അപ്പൊ എന്താ, 1 ഇൻറ്റു സൈൻ ഫൈ 0 ഇൻറ്റു കോസ് ഫൈ 0 0 ഇൻറ്റു 0 0. ഇവിടെ എന്താ, 1 ഇൻറ്റു 0 0 0 ദെൻ 0 ഇൻറ്റു 1 0. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടി, കോസ് ഫൈ സൈൻ ഫൈ 0. ഇവിടെ എന്ത് കിട്ടും, മൈനസ് കോസ് തീറ്റ സൈൻ ഫൈ കോസ് തീറ്റ കോസ് ഫൈ സൈൻ തീറ്റ, ദെൻ സൈൻ തീറ്റ സൈൻ ഫൈ മൈനസ് സൈൻ തീറ്റ കോസ് ഫൈ കോസ് തീറ്റ എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് നമ്മളുടെ ഇക്വേഷനെ ഷോർട്ടാക്കി, മീൻസ് ഷോർട്ടല്ല, കുറച്ച് ലെങ്തി ആണ്, എന്നിരുന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 മെട്രിക്സ് എഴുതുന്നതിന് പകരം 2 മെട്രിക്സ് എഴുതിയാലും ഫൈനൽ ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ, ദെൻ ഇൻറ്റു എന്ത് വരും, എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം. ഓക്കെ, ഇപ്പോഴാണ് നമുക്ക് ആ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ 2 ആളുകളെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ എഴുതി. ഓക്കെ, ദാറ്റ്സ് ഓൾ. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഓപ്പറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, എക്സ് വൈ സെഡ് ആണ് നമുക്ക് കിട്ടുന്നത്. എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, ആർ സൈ ആർ തീറ്റ ദെൻ ആർ ഫൈ ഇൻറ്റു എക്സ് പ്രൈം
y പ്രൈം z പ്രൈം എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. വേർ എക്സ് വൈ z ഡെസിഗ്നേറ്റഡ് ബോഡി ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റം ആൻഡ് എക്സ് ഡാഷ് വൈ ഡാഷ് z ഡാഷ് അല്ലെങ്കിൽ എക്സ് പ്രൈം വൈ പ്രൈം z പ്രൈം ഡെസിഗ്നേറ്റഡ് ടു ബി സ്പേസ് ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ഈ സ്പേസ് ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ എത്തണം? ബോഡി ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് എത്തണം ബൈ യൂസിങ് ദീസ് ഓപ്പറേഷൻസ്. അപ്പോൾ ആ ഒരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചിന്, ആ ഒരു കൺവേർഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ആണ് അല്ലെങ്കിൽ റൊട്ടേഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂളർ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇവിടെ ആംഗിൾ ആയിട്ട് പറയുന്നത്. അതിൽ ഓർത്തിരിക്കേണ്ടത് സൈ, തീറ്റ, ഫൈ അല്ലെ. ഫൈനെ നമ്മൾ എന്താണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്? പ്രിസിഷൻ ആംഗിൾ എന്നാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പ്രിസിഷൻ ആംഗിൾ. ഇയാളെ നമ്മൾ എന്താണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്? ന്യൂട്ടേഷൻ ആംഗിൾ എന്നാണ് നമ്മൾ പറയുക. ന്യൂട്ടേഷൻ ആംഗിൾ. ഇയാളെ നമ്മൾ സൈനെ നമ്മൾ എന്താണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്? ബോഡി ആംഗിൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. ബോഡി ആംഗിൾ. അങ്ങനെ 3 ടേമുകൾ കൂടി ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഈ സ്റ്റെപ്പ് അത് പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ഓർഡറിൽ തന്നെ ഓർത്തിരിക്കുക. ബിക്കോസ് ഇവിടെ നിന്ന് അങ്ങനെ കണ്ടിട്ടുള്ളത്, സാധാരണ കണ്ടിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഓർഡർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണ്, ഇയാളെ ഞാൻ എന്ത് ചെയ്തു? എക്സ് എന്ന് പറയുന്ന ഒരു ടേമായിട്ട് ഡിഫൈൻ ചെയ്തു. ഇയാളെ ഞാൻ എക്സ് പ്രൈം എന്ന് പറയുന്ന ഒരു ടേമായിട്ട് ഡിഫൈൻ ചെയ്തു. ആർ എന്ന് പറയുന്നത് നമ്മളുടെ ഈ 3 ഓപ്പറേഷൻസ്, ആർ ഈക്വൽ ടു ആർ സൈ, ആർ തീറ്റ ആൻഡ് ആർ ഫൈ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ നിങ്ങൾ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ആർ സൈ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് നടത്തിയ ഓപ്പറേഷൻ ആണ്. ആർ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത് നടത്തിയ ഓപ്പറേഷൻ ആണ്. ആർ ഫൈ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം നടത്തിയ ഓപ്പറേഷൻ ആണ്. അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത് നോക്കിയേ, ഏറ്റവും ലാസ്റ്റ് നടത്തിയ ആൾ ആദ്യം, പിന്നീട് അതിന് മുമ്പ് നടത്തിയ ആൾ ഏറ്റവും ആദ്യം നടത്തിയ ആൾ അവസാനമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, മാത്തമാറ്റിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 3ാമത്തെ സ്റ്റെപ്പാണ്, ഇത് 2ാമത്തെ സ്റ്റെപ്പാണ്, ഇത് 1ാമത്തെ സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഇക്വേഷനുകൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇപ്പൊ നോക്കി, ഇവിടെ എന്താ? എക്സ് ഇസ് ഈക്വൽ ടു ആർ എക്സ് പ്രൈം എന്നല്ലേ നമ്മൾ എഴുതിയത്? എക്സ് ഇസ് ഈക്വൽ ടു ആർ എക്സ് പ്രൈം അല്ലെ. എക്സ് ഇസ് ഈക്വൽ ടു ആർ എക്സ് പ്രൈം എന്നല്ലേ എഴുതിയത്? അതായത് നമ്മൾ എക്സിലേക്ക് എക്സ് പ്രൈമിനെ നമ്മൾ കണക്ട് ചെയ്യാണ്. അതായത് നമ്മുടെ ഒരു സ്പേസ് ഫിക്സഡ് സാധനത്തെ നമ്മൾ എന്ത് ചെയ്യാണ്? ബോഡി ഫിക്സഡ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ, ദിസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. ഇനി ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? എക്സ് പ്രൈം എന്ന് പറയുന്ന ആളെ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ആറിന്റെ ഇൻവേഴ്സ് എടുത്താൽ മതി അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത്. എക്സ് പ്രൈം ഈക്വൽ ടു ആർ ഇൻവേഴ്സ് ഓഫ് എക്സ്, ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഫ്രം ബോഡി സെറ്റ് ആക്സിസ് ടു സ്പേസ് സെറ്റ്. ഓക്കെ, ഇത് ബോഡി സെറ്റ് ആണ്, ഇത് സ്പേസ് സെറ്റ് ആണ് അല്ലെ. ബോഡി സെറ്റിൽ നിന്ന് സ്പേസ് സെറ്റിലേക്കാണ് നമുക്ക് വരേണ്ടത്. അതിന് വേണേൽ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? ആർ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ പരീക്ഷയ്ക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ ചോദിക്കാം, താഴെ തന്നിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനിൽ ബോഡി സെറ്റ് ആക്സിസിൽ നിന്ന് സ്പേസ് സെറ്റ് ആക്സിസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, ബോഡി സെറ്റിൽ നിന്ന് സ്പേസിലേക്ക്. അപ്പോൾ ഏതാണ്? എക്സ് പ്രൈം ഈക്വൽ ടു ആർ ഇൻവേഴ്സ് എക്സ് എന്നുള്ളതാണ്. ഇനി എന്താണ്? പിന്നെ സ്പേസ് സെറ്റിൽ നിന്ന് ബോഡി സെറ്റിലേക്ക്, സ്പേസ് സെറ്റിൽ നിന്ന് ബോഡി സെറ്റിൽ, ഇത് നിങ്ങൾ അങ്ങനെ തന്നെ എഴുതി പഠിച്ചോളണം കേട്ടോ. സ്പേസ് സെറ്റിൽ നിന്ന് ബോഡി സെറ്റിലേക്ക്, ബോഡി സെറ്റിലേക്ക് എങ്ങനെയാ നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്? എക്സ് ആണ് നമുക്ക് കിട്ടേണ്ടത്. എങ്ങനെ എഴുതാം? ആറ് എക്സ് പ്രൈം എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ സ്പേസിൽ നിന്ന് ബോഡി സെറ്റിലേക്കായി. ഇനി ബോഡി സെറ്റിൽ നിന്ന് നമുക്ക് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? സ്പേസിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആരെ കിട്ടേണ്ടത്? സ്പേസിനെയാണ് കിട്ടേണ്ടത് അല്ലേ. എക്സ് പ്രൈം ഈക്വൽ ടു ആർ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഇക്വേഷനെ എഴുതാൻ പറ്റും കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അവിടെ തന്നെ ഈ ഒരു ടേം ആർ ഇൻവേഴ്സ്, എങ്ങനെയാണ് നമ്മൾ അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ആർ ഇൻവേഴ്സ് എക്സ്, ആർ എക്സ് പ്രൈം എന്നല്ലേ ഉള്ളത്. സോ ആർ ഇൻവേഴ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഞാൻ ഇതൊന്ന് വായിക്കുകയാണേ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു ആർ എക്സ് പ്രൈം എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു ബോഡി ഫിക്സഡ് കോർഡിനേറ്റ് അല്ലെ. എക്സ് എന്ന് പറയുന്നത് ബോഡി ഫിക്സഡ് കോർഡിനേറ്റ് ആണ്. അവിടെ സം ഓപ്പറേഷൻ ഇൻറ്റു സ്പേസ് ഫിക്സഡ് കോർഡിനേറ്റ്. അപ്പോൾ സ്പേസ് ഫിക്സഡ് കോർഡിനേറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ബോഡി ഫിക്സഡ് കോർഡിനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ബൈ സർട്ടൈൻ ഓപ്പറേഷൻസ്. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി ഇതേപോലെ നമുക്ക് നേരെ തിരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഫ്രം ബോഡി സെറ്റ് ആക്സിസ് ടു സ്പേസ് സെറ്റ്. എന്താണ്? ബോഡി സെറ്റിൽ നിന്ന് സ്പേസ് സെറ്റിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും, ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? എക്സ് പ്രൈം ഈക്വൽ ടു ആർ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് എഴുതാൻ കഴിയും. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ആൻഡ് ആർ ഇൻവേഴ്സ്, നമ്മൾ ആർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മൾ കണ്ടു. അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ നോക്കിയേ? കോസൈ കോസ് ഫൈ മൈനസ് കോസ് തീറ്റ സൈൻ ഫൈ സൈൻ സൈ മൈനസ് സൈൻ സൈ ആണ് കേട്ടോ. മൈനസ് സൈൻ സൈ കോസ് ഫൈ മൈനസ് കോസ് ഫൈ
cos psi cos theta sin phi, sin theta sin phi, then cos psi sin phi plus sin psi cos theta cos phi, then minus sin psi sin phi plus cos psi cos theta cos phi, then minus sin theta cos theta, sin psi sin theta cos psi sin theta cos theta. പഠിക്കണം എന്നില്ല, ബട്ട് ഇങ്ങനെയും ട്രാൻസ്ഫോർമേഷൻ നടത്താൻ പറ്റുമെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നേരെ തിരിച്ചു അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, തന്നിട്ടുള്ളതിൽ ട്രാൻസ്ഫോർമേഷൻ റിലേഷൻ താഴെ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ യൂളർ ആംഗിളിന്റെ റിലേഷൻ താഴെ തന്നിട്ടുള്ള റിലേഷനിൽ ഏതാണ് ശരി, ബോഡി സെറ്റിൽ നിന്ന് നമുക്ക് സ്പേസ് സെറ്റിലേക്ക് അല്ലെങ്കിൽ നേരെ തിരിച്ച് എങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാണെന്നുള്ളതൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു റിലേഷൻ ഓർത്തിരിക്കുക, എക്സ് പ്രൈം ഈക്വൽ ടു ആർ ഇൻവേഴ്സ് എക്സ് എന്ന് ഓർത്തിരിക്കുക. അതേപോലെ എക്സ് ഈക്വൽ ടു ആർ എക്സ് പ്രൈം എന്നുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക കേട്ടോ. ഇതാണ് യൂളർ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഇപ്പോൾ യൂളർ ആംഗിളിൽ ആ ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റെപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്പ് 1, 2, 3 എന്ന് പറയുന്ന സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ. ദെൻ ഓരോ ആംഗിളിനെയും ഏത് പേര് വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, പ്രിസിഷൻ ആംഗിൾ, ന്യൂട്രേഷൻ ആംഗിൾ, ബോഡി ആംഗിൾ, മൂന്നാളുകൾ. ഓരോ സ്റ്റെപ്പിലും എന്ത് ചേഞ്ച് ആണ് വരുന്നത് എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാവണം. എന്തിനു വേണ്ടിയിട്ടാണ് യൂളർ ആംഗിൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യവും ഒരു ബേസിക് നോളജ് ഉണ്ടായാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ഫൈനൽ ആ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനിലോ ഓരോ ആർ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ ആർ സൈ, ആർ തീറ്റ, ആർ ഫൈ, അപ്പോൾ ഈ ആ 3 മെട്രിക്സുകളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കുക. ഓക്കെ, അത്രയും മതി ഇവിടുന്ന്. ഇതൊക്കെയാണ് നമ്മളുടെ പരീക്ഷയിൽ ചോദിച്ചു കണ്ടിട്ടുള്ള യൂളർ ആംഗിളുമായിട്ട്. ഇങ്ങനെയൊക്കെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ് യൂളർ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. സോ നമ്മളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിൽ ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക. ഓക്കെ, ബാക്കി അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.